കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ച പുതിയ US താരിഫ് നയം UKയിലും ആഗോളതലത്തിലും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ന് ഡൗണിംഗ് സ്ട്രീറ്റിൽ നടന്ന ബിസിനസ് നേതാക്കളുടെ മീറ്റപ്പിൽ പറഞ്ഞു. UKയിൽ നിന്നുള്ള US ഇറക്കുമതികൾക്ക് 10% തീരുവയും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 20% തീരുവയും ഇന്ത്യയിൽ നിന്ന് 26% തീരുവയുമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏകദേശം 33% അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ കൈയാളുന്ന ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകളുടെ ഇറക്കുമതിയിൽ ഡൊണാൾഡ് ട്രംപ് തീരുവ കൂട്ടിയിട്ടില്ല. പ്രതിരോധത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ എന്ന പോലെ ലോകം സമ്പദ് വ്യവസ്ഥയിലും വ്യാപാരത്തിലും ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് സർ കെയർ സ്റ്റാർമർ ഇന്നലെ പറഞ്ഞു. US-മായി ഒരു കരാർ ഉറപ്പിക്കാൻ തന്റെ സർക്കാർ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. US-ലേക്കുള്ള എല്ലാ കാറുകളുടെയും ഇറക്കുമതിക്ക് 25% അധിക നികുതി ഈ ആഴ്ച പ്രഖ്യാപിച്ചതോടെ UK കാർ വ്യവസായം പ്രതിസന്ധിയിലായി. താരിഫ് അങ്ങേയറ്റം നിരാശാജനകമാണെന്നാണ് UK പ്രതികരിച്ചത്. 25% താരിഫ് ഏർപ്പെടുത്തിയാൽ UK കാർ കയറ്റുമതി തകർച്ചയിലാകുമെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം US-മായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ നേടുന്നത് സർക്കാരിന് മുൻഗണനയായിരിക്കുമെന്നും നമ്മുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ നേരിടാൻ നന്നായി തയ്യാറാണെന്ന് ഉറപ്പാക്കുമെന്നും അദ്ദേഹം ടുഡേ ന്യൂസിനോട് പറഞ്ഞു. ട്രംപിന്റെ പുതിയ താരിഫ് റേറ്റുകൾ വാൾസ്ട്രീറ്റിൽ $2 ട്രില്യൺ നഷ്ടപ്പെടുത്തിയതോടെ ആഗോള വിപണികൾ പ്രതിസന്ധിയിലായി. 10 മുതൽ 50% വർദ്ധിപ്പിച്ച ലെവികൾ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക മാന്ദ്യത്തിന്റെ അപകട സാധ്യത നാടകീയമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷികൾക്കും ശത്രുക്കൾക്കും ഒരുപോലെ 10% മുതൽ 50% വരെ ഇറക്കുമതി നികുതി ചുമത്തിയ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയിൽ മാന്ദ്യത്തിനും ആഗോള മാന്ദ്യത്തിനും സാധ്യത വർദ്ധിപ്പിച്ചതായി വിദഗ്ധർ പറയുന്നു. ബ്രസൽസ് മുതൽ ബീജിംഗ് വരെയുള്ള ലോക നേതാക്കൾ ട്രംപിനെതിരെ വിമർശനം ഉന്നയിച്ചു. ഏകപക്ഷീയമായ ഭീഷണിപ്പെടുത്തൽ എന്നാണ് ചൈന നടപടികളെ അപലപിച്ചത്. യൂറോപ്യൻ യൂണിയൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞു. ബുധനാഴ്ച വൈകുന്നേരം റോസ് ഗാർഡൻ പ്രസംഗം നടത്തുമ്പോൾ ട്രംപ് സമയം നിശ്ചയിച്ചത് ഓഹരി വിപണിയിലെ തകർച്ചയുടെ തത്സമയ സൂചനകൾ ഒഴിവാക്കാൻ വേണ്ടിയാണെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം ഏഷ്യൻ എക്സ്ചേഞ്ചുകൾ തുറന്നപ്പോൾ ഓഹരി വിപണികൾ കൂപ്പുകുത്തി. കൊറോണ വൈറസ് പാൻഡമിക്കിന്റെ മൂർധന്യത്തിലെയും 2008 സാമ്പത്തിക തകർച്ചയിലെയും വിപണി തകർച്ചകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആഗോളതലത്തിലുണ്ടായ വിൽപ്പന സമ്മർദ്ദം ഏഷ്യയിലും യൂറോപ്പിലും ഓഹരി വിപണികളെ തകിടം മറിച്ചു. ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും മോശം ദിവസത്തിന് ശേഷം UK സ്റ്റോക്ക് എക്സ്ചേഞ്ച് 133 പോയിന്റ് ഇടിഞ്ഞ് 8474-ലെത്തി. വിപണിയിലെ പ്രതിസന്ധികൾക്കിടയിലും ട്രംപ് തന്റെ നിലപാട് മയപ്പെടുത്താൻ തയ്യാറാകാത്തതിനാൽ നിക്ഷേപകർ കൂടുതൽ ആശങ്കാകുലരാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബോണ്ട് ഫണ്ട് മാനേജർമാരിൽ ഒരാളായ US പബ്ലിക് പോളിസി മേധാവി ലിബി കാൻഡ്രിൽ പറഞ്ഞു. എന്നിരുന്നാലും US വ്യാപാര പങ്കാളികളുമായി ഒടുവിൽ കരാറുകളിൽ ഏർപ്പെടുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിന് ശേഷം US ഡോളറിന്റെ വില 6 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ട്രംപ് ലക്ഷ്യമിടുന്ന രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന സങ്കീർണമായ അന്താരാഷ്ട്ര വിതരണ ശൃംഖലകളുള്ള US കമ്പനികൾക്കാണ് വ്യാഴാഴ്ച ഓഹരി വിപണിയിലെ ഏറ്റവും വലിയ ഇടിവുകൾ സംഭവിച്ചത്. ചൈനയിലെ US വിപണിക്കായി ഐഫോണുകൾ, ടാബ്ലറ്റുകൾ, മറ്റുപകരണങ്ങൾ എന്നിവയിൽ ഭൂരിഭാഗവും നിർമ്മിക്കുന്ന ആപ്പിളിന്റെ വിൽപ്പന 9.5% വരെ ഇടിഞ്ഞു. മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, ഡെൽ, HP എന്നിവയുൾപ്പെടെയുള്ള മറ്റ് വൻകിട ബഹുരാഷ്ട്ര കമ്പനികളുടെ വിൽപ്പനയും കുത്തനെ ഇടിഞ്ഞു. എണ്ണവിലയിൽ 7% ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ജനസംഖ്യയുടെ 1/5 പേർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന കംബോഡിയ, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളായ വിയറ്റ്നാം, മ്യാൻമാർ എന്നിവയുടെ മേൽ 49%, 46%, 44% എന്നിങ്ങനെയാണ് പുതുതായി തീരുവ ചുമത്തിയിരിക്കുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഉൽപ്പാദനത്തെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന വസ്ത്ര, സ്പോർട്സ് ഷൂ നിർമ്മാതാക്കൾ വർദ്ധിച്ചുവരുന്ന ചെലവുകൾ നേരിടേണ്ടി വരുമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഇത് ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളുടെ വില വർദ്ധിപ്പിക്കും. നൈക്കി, അഡിഡാസ്, പ്യൂമ എന്നിവയുടെയെല്ലാം ഓഹരി വില കുത്തനെ ഇടിഞ്ഞു. താരിഫുകൾ ഉയർത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി അമേരിക്കയെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്ന് US സാമ്പത്തിക വിദഗ്ധർ ഭയപ്പെടുന്നു. കൂടുതൽ UK, USA, യൂറോപ്യൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.